ബാലനഗർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് ITI മുക്കന്നൂർ അങ്കമാലി. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസ് ആൻഡ് സയൻസ് ഫോർ സെക്കൻഡ് ഇയേഴ്സ്. നമുക്കിന്ന് പഠിക്കാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 1 ആണ്, അതായത് ലാഭവും നഷ്ടവും. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, പ്രോഫിറ്റ്, ലോസ്, ഡിസ്കൗണ്ട്, അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്താണെന്ന് നോക്കാം. നമ്മൾ അതിനെ ചുരുക്കപ്പേരായിട്ട് CP എന്ന് വിളിക്കുന്നു. അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് പർച്ചേസ്ഡ് ഈസ് നോൺ ആസ് കോസ്റ്റ് ഓഫ് പ്രൈസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അല്ലെങ്കിൽ CP എന്ന് പറയും. നമ്മളൊരു സാധനം വാങ്ങുകയാണ്, അത് എത്ര രൂപയ്ക്ക് നമ്മൾ വാങ്ങി എന്ന് പറയുന്നതാണ് അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് സാധനമാണോ വാങ്ങുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എന്താണോ വാങ്ങുന്നത് അതാണ് അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ആ വാങ്ങുന്ന വിലയാണ് അതിന്റെ കോസ്റ്റ് പ്രൈസ്. എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ പേഴ്സൺ ബൈസ് എ കാർ ഫോർ Rs 8.75 lakhs. ഒരാൾ ഒരു 8.75 ലക്ഷത്തിന് ഒരു കാർ വാങ്ങി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് നമുക്ക് എത്ര എടുക്കാം? CP = 8.75 lakhs ആയിരിക്കും. അടുത്ത് നമുക്ക് സെല്ലിംഗ് പ്രൈസ് എന്താണെന്ന് നോക്കാം. സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് SP എന്ന് ഉപയോഗിക്കാം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഈസ് നോൺ ആസ് സെല്ലിംഗ് പ്രൈസ്. ഒരു സാധനം നമ്മൾ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണോ, അല്ലെങ്കിൽ വിൽക്കുന്ന വിലയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ്. ഓക്കെ, വിൽക്കുന്ന പ്രൈസ്, എത്ര റേറ്റിനാണ് നമ്മൾ വിൽക്കുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്, ആ വിൽക്കുന്ന പ്രൈസിനെ നമ്മൾ എന്തായിട്ട് പറയുന്നു? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നു. SP ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ പേഴ്സൺ സോൾഡ് എ കാർ ഓഫ് 10 lakhs. ഓക്കെ, ഒരാള് ഒരു കാർ 10 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ആ വിറ്റ രൂപ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ സെല്ലിംഗ് പ്രൈസ് എത്ര എടുക്കാം? 10 ലക്ഷമായിട്ട് എടുക്കാം. ഇനി മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. മാർക്കറ്റ് പ്രൈസ് നമുക്കറിയാം MRP അല്ലെങ്കിൽ നമുക്ക് MP ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. MRP എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന ഒരു സാധനത്തിന്റെ കവറിൽ ആ കമ്പനി കൊടുത്തിരിക്കുന്ന വിലയാണെന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ദ പ്രൈസ് ദാറ്റ് പ്രിന്റഡ് ഓൺ ആൻ ആർട്ടിക്കിൾ ടു ബി സോൾഡ് ബൈ ദ കമ്പനി ഈസ് നോൺ ആസ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ഏത് കമ്പനിയാണോ ആ ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്, ആ കമ്പനി ആ പ്രോഡക്റ്റിന് ഒരു പ്രൈസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പ്രൈസിനാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. MRP അല്ലെങ്കിൽ MP എന്ന് നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാം. ഇനി ചെറിയൊരു നോട്ടായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, കോസ്റ്റ് പ്രൈസ് ക്യാൻ നെവർ ബി ഗ്രേറ്റർ ദാൻ മാർക്കറ്റ് പ്രൈസ്. ഒരിക്കലും കോസ്റ്റ് പ്രൈസ് എന്തിന്റെ മുകളിൽ വരില്ല? മാർക്കറ്റ് പ്രൈസിന്റെ മുകളിൽ വരില്ല. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേന് കൂടുതലായിരിക്കും, അതിൽ കുറച്ചായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക? അതിന്റെ വിൽക്കുക. ഓക്കെ, അതാണ് കോസ്റ്റ് പ്രൈസ് ക്യാൻ നെവർ ബി ഗ്രേറ്റർ ദാൻ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിന്റെ മുകളിലേക്ക് കോസ്റ്റ് പ്രൈസ് ഒരിക്കലും പോകില്ല. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓവർഹെഡ് ചാർജസ് ആണ്. ഓവർഹെഡ് ചാർജസ് എന്ന് പറയുന്നത് those charges which are extra expenditure on purchased articles apart from actual cost price are known as overhead charges. നമ്മൾ നോർമൽ ഒരു ആക്ച്വൽ പ്രൈസ് ഉണ്ടാവും, ആ ആക്ച്വൽ പ്രൈസ് ഒഴികെയുള്ള ബാക്കി എക്സ്ട്രാ വരുന്ന എക്സ്പെൻഡിച്ചർ, നമ്മുടെ ചെലവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓവർഹെഡ് ചാർജസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ റെന്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സാലറി നമുക്ക് കിട്ടുന്നത്, നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെ വരുന്നത് എക്സ്ട്രാ നമ്മൾ എത്ര കാശ് ഉപയോഗിച്ച് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നു, അത് നമ്മുടെ വരവിന് കൂടുതലായിട്ട് വരുന്ന കാശുകൾ നമ്മൾ എന്തിനാണോ ചെലവാക്കുന്നത് അതിനാണ് ഓവർഹെഡ് ചാർജസ് എന്ന് പറയുന്നത്. നമ്മൾ റെന്റ് കൊടുക്കുന്നത് നമ്മുടെ ഒരു എക്സ്ട്രാ വരുന്ന കാശാണ്. ഇപ്പൊ ഒരു കമ്പനിയുടെ കേസ് പറയുമ്പോൾ സാലറി കൊടുക്കുന്നത് ഒരു എക്സ്ട്രാ കാശാണ്. ഓക്കെ, അതെല്ലാം നമ്മുടെ ആ കയ്യിൽ വന്നതിന് ശേഷം പോകുന്ന കാര്യമാണ്. ഓക്കെ, അതാണ് നമ്മൾ ഓവർഹെഡ് ചാർജസ് നമ്മൾ വിളിക്കുന്നത്. അത്രേ ഉള്ളൂ. ദോസ് ചാർജസ് വിച്ച് are extra expenditure on purchased articles apart from actual cost price are known as overhead charges. അതായത് ആക്ച്വൽ കോസ്റ്റ് പ്രൈസിന്റെ കൂടാതെ വരുന്ന എക്സ്ട്രാ എക്സ്പെൻഡിച്ചറുകൾ, എക്സ്ട്രാ വരുന്ന ചാർജസ്, അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന റേറ്റുകൾ, എക്സ്ട്രാ വരുന്ന നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കാശുകളൊക്കെയാണ് നമ്മൾ ഓവർഹെഡ് ചാർജസ് ആയിട്ട് കൂട്ടുക.
അപ്പോൾ ഓവർഹെഡ് ചാർജസ് ആർ നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇഫ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു സെല്ലിംഗ് പ്രൈസോ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട്, അങ്ങനെ പല രീതിയിലുള്ള വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഓവർഹെഡ് ചാർജസ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞെങ്കിൽ മാത്രം ആ പ്രോബ്ലത്തിൽ അത് കൺസിഡർ ചെയ്താൽ മതിയാകും. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിൽ പ്രോബ്ലംസ് ചെയ്യാം. ഇനി പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്താണെന്ന് നോക്കാം. പ്രോഫിറ്റ് എന്ന് പറയുന്നതിലുള്ള നമുക്കറിയാം എന്താണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ലാഭമാണ്. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ്, അതായത് എസ് പി, ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ്, then the difference between SP and CP is called profit. ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങി, ഒരു 100 രൂപയ്ക്കാണ് വാങ്ങിയത്. അത് നമുക്ക് വിൽക്കുന്നത് ഒരു 110 രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലാഭം എത്ര രൂപ കിട്ടി? 10 രൂപ കിട്ടി. അതായത് സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ ഉണ്ടാവുക, ലാഭം അവിടെ ഉണ്ടാവുക. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിട്ട് എടുക്കാം? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അതായത് നമ്മൾ വിറ്റത് എത്ര വിലയ്ക്കാണോ മൈനസ് വാങ്ങിച്ചത് എത്ര വിലയ്ക്കാണോ. അപ്പോൾ അവിടെ നമുക്ക് വിറ്റ വില കൂടുതലായിരിക്കണം, വാങ്ങിച്ച വില കുറവായിരിക്കണം, എങ്കിൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. അടുത്ത നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഇപ്പോൾ ഒരു കേസ് പറഞ്ഞിരിക്കുകയാണ്. ഇഫ് എസ് പി ഇസിക്കൽ ടു 650, അതായത് സെല്ലിംഗ് പ്രൈസ് 650 രൂപയാണെന്ന് കരുതുക, ആൻഡ് സി പി ഇസിക്കൽ ടു 600, അതായത് കോസ്റ്റ് പ്രൈസ് 600 ആണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എത്ര ആയിരിക്കും? ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട എത്ര ഉള്ളൂ? സെല്ലിംഗ് പ്രൈസ് എന്തിനേക്കാളും കൂടുതലായിരിക്കണം? സി പി യെക്കാളും കൂടുതലാണോ എന്ന് നോക്കുക. സെല്ലിംഗ് പ്രൈസ് ഗ്രേറ്റർ ദാൻ സി പി ആണോ നോക്കുക. അത് ശരിയാണ്. അതായത് എസ് പി 650 സി പി 600 ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എസ് പി മൈനസ് സി പി, 650 മൈനസ് 600, 50 രൂപ. അപ്പൊ നമുക്ക് ആ ഒരു ചെറിയ കേസിൽ നമുക്ക് എന്ത് കിട്ടി? ലാഭം 50 രൂപ ലാഭമായിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എസ് പി എപ്പോഴും സി പി യെക്കാളിലും വലുതായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എസ് പി മൈനസ് സി പി എടുത്താൽ മതിയാവും. അടുത്ത നമുക്ക് ലോസ് എന്താണെന്ന് നോക്കാം. ഇഫ് ദി സെല്ലിംഗ് പ്രൈസ് എസ് പി ഇസ് ലെസ് ദാൻ കോസ്റ്റ് പ്രൈസ്, then the difference between CP and SP is called loss. ഇവിടെ നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, നഷ്ടം ഉണ്ടാകുന്ന പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും, നമ്മളൊരു വിലയ്ക്ക് ഒരു സാധനം വാങ്ങി, അതിൽ കുറഞ്ഞ വിലയ്ക്കാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടായി? നഷ്ടമുണ്ടായി. അപ്പോൾ എന്ത് പറയാം? നമ്മൾ വാങ്ങിയ വിലയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ വിറ്റ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നതാണ് നഷ്ടം അല്ലെങ്കിൽ ലോസ് എന്ന് പറയാം. അവിടെ എന്താണ് സംഭവിക്കേണ്ടത്? SP എന്ന് പറയുന്നത് CP യെക്കാളിലും കുറവായിരിക്കണം. അപ്പോൾ അതിന്റെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? SP ലെസ് ദാൻ സി പി ആയിരിക്കണം, എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? അവിടെ ലോസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ലോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സി പി മൈനസ് എസ് പി, അതായത് കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. അതാണ് ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഒരു സാധനം സെല്ല് ചെയ്തത് 460 രൂപയ്ക്കാന്ന് വിചാരിക്കുക. അത് വാങ്ങിയത് എത്ര രൂപയ്ക്കായിരുന്നു? 840. ഒരു സാധനം നമ്മൾ 840 രൂപയ്ക്ക് വാങ്ങി, അത് വിൽക്കേണ്ടി വന്നത് 460 രൂപയ്ക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ലോസ് ഉണ്ടായിട്ടുണ്ട്. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ട ഏതാണ്? സി പി ഗ്രേറ്റർ ദാൻ എസ് പി ആണോ നോക്കണം. അങ്ങനെയാണോ ആദ്യം തന്നെ നോക്കുക. ശരിയാണ്. അപ്പൊ സി പി ഗ്രേറ്റർ ദാൻ എസ് പി ആണെന്നുണ്ടെങ്കിൽ അവിടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ലോസ് ഈസിക്കൽ ടു സി പി മൈനസ് എസ് പി, 840 മൈനസ് 460 ഈസിക്കൽ ടു 380 രൂപ. ഓക്കെ, അടുത്ത നമുക്ക് ഡിസ്കൗണ്ട് എന്താണെന്ന് നോക്കാം. ദ റിഡക്ഷൻ ഗിവൺ ടു ദ എസ് പി ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് കോൾഡ് ഡിസ്കൗണ്ട്. ഓക്കെ, അതായത് ഒരു സെല്ലിംഗ് പ്രൈസ് ഉണ്ടാവും. സെല്ലിംഗ് പ്രൈസിൽ നമ്മൾ കുറച്ച് വാല്യൂ അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് നമ്മൾ കുറച്ച് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയാം. ഒരു സെല്ലിംഗ് പ്രൈസ് 100 രൂപയാണെന്നുണ്ടെങ്കിൽ അത് 20% കിഴിവിൽ നമ്മൾ കൊടുക്കുന്നു. ആ 20% എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസിന്റെ 20% കുറച്ച് കൊടുക്കുന്നു. അതാണ് ഡിസ്കൗണ്ട് എന്ന് പറയുക. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടന്റ് ഫോർമുലാസിൽ വരുന്നത് ഒന്ന് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആദ്യം തന്നെ നമ്മൾ നോക്കിയതാണ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അതേപോലെ ലോസ് ആണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ്, അതേപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. ഇനി നമുക്ക് അടുത്തത് പ്രോഫിറ്റ് ഓർ ഗെയിൻ പെർസെന്റേജ് കണ്ടുപിടിക്കണം. ഓക്കെ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ പെർസെന്റേജ് എന്ന ലാഭത്തിന്റെ പെർസെന്റേജ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്രേ ഉള്ളൂ. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എസ് പി മൈനസ് സി പി ആയിരുന്നു. അപ്പോൾ ഇക്വേഷൻ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വേറെ രീതിയിൽ വേണമെങ്കിൽ എഴുതാം. അതാണ് എസ് പി മൈനസ് സി പി ഡിവൈഡഡ് ബൈ സി പി ഇൻറ്റു 100. എസ് പി മൈനസ് സി പി ഡിവൈഡ് ബൈ സി പി ഇൻറ്റു 100. അതാണ് പ്രോഫിറ്റ് ഓർ ഗെയിൻ പെർസെന്റേജ് എന്ന് പറയുന്നത്. പ്രോഫിറ്റിന്റെ ശതമാനം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എത്ര ശതമാനം ലാഭം നമുക്ക് ഉണ്ടായി എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ കണ്ടുപിടിക്കേണ്ട എത്ര ഉള്ളൂ? എത്രയായിരുന്നു നമ്മുടെ പ്രോഫിറ്റ്?
പ്രോഫിറ്റ് കിട്ടാൻ നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് അത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും ലാഭത്തിന്റെ ശതമാനം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ലോസിന്റെ പെർസെന്റേജും കണ്ടുപിടിക്കാം. ലോസിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ലോസ് ഡിവൈഡഡ് ബൈ സി പി ഇൻറ്റു 100. എപ്പോഴും എന്ത് വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്? സി പി വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ മുടക്കിയ തുക എന്ന് പറയുന്നത് സി പി ആണ്. അതായത് നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് അതിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയ തുക എന്ന് പറയുന്നത് സി പി ആയിരുന്നു. അതാണ് നമ്മുടെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ സി പി വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. ആ സി പിയിൽ നിന്ന് എത്ര ലാഭം കിട്ടിയെന്നാണ് നമ്മൾ നോക്കുക, അല്ലെങ്കിൽ എത്ര നഷ്ടം ഉണ്ടായെന്ന് നോക്കുക. അതുകൊണ്ടാണ് പെർസെന്റേജ് കണ്ടുപിടിക്കുന്ന സമയത്ത് സി പി വെച്ച് ഡിവൈഡ് ചെയ്യാൻ കാരണം. ഓക്കെ, എത്രയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് സി പി വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലോസ് ഡിവൈഡ് ബൈ സി പി ഇൻറ്റു 100 എടുക്കാം. ലോസ് എന്ന് പറഞ്ഞാൽ സി പി മൈനസ് എസ് പി ഡിവൈഡ് ബൈ സി പി ഇൻറ്റു 100 ആണ്. വേറെ രീതിയിൽ എടുത്തുന്നത് മാത്രം. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള സെല്ലിംഗ് പ്രൈസ് ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇനി പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ്റെ കേസിൽ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഗെയിൻ ഉണ്ടാകുമ്പോൾ, അതായത് നമുക്ക് ലാഭം ഉണ്ടാകുന്ന സമയത്ത് അവിടെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എസ് പി ഇസിക്കൽ ടു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു സി പി. ഓക്കെ, നമുക്ക് എത്ര ശതമാനം പ്രോഫിറ്റ് പെർസെന്റേജ് അവിടെ ഉണ്ടായി അതിന്റെ കൂടെ 100 കൂട്ടുക ഡിവൈഡ് ബൈ 100 ഇൻറ്റു സി പി. അതാണ് സെല്ലിംഗ് പ്രൈസ് ഒരു ലാഭം ഉണ്ടാകുമ്പോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അതായത് എത്ര രൂപയ്ക്ക് വിറ്റു, നമുക്ക് ഇത്ര ശതമാനം ലാഭമാണ്, ഒരു 15% ലാഭം നമുക്ക് ഒരു കച്ചവടം നടത്തിയപ്പോൾ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സാധനം വിറ്റപ്പോൾ നമുക്ക് ഉണ്ടായി. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ സെല്ലിംഗ് പ്രൈസ് ഇത്ര, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ ലോസ് വരുന്ന കേസിൽ നമുക്ക് ഒരു 20% നഷ്ടമാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്കാണ് അത് വിറ്റത് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എസ് പി ഇസിക്കൽ ടു 100 മൈനസ് ലോസ് പെർസെന്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു സി പി. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. ഒരു പ്രോഫിറ്റ് ഒരു ലോസ് ഉണ്ടാകുന്ന സമയത്ത്, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സി പി നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഒരു കോസ്റ്റ് പ്രൈസ് ഈസിക്കൽ ടു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമുക്ക് ഒരു നഷ്ടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ലാഭം ഉണ്ടാകുമ്പോൾ വരുന്ന കേസിലാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലാഭം ഉണ്ടാവുന്ന കേസിൽ നമുക്ക് സി പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ഇൻറ്റു എസ് പി. ഇനി അതേ കേസിൽ തന്നെ നഷ്ടമുണ്ടാകുമ്പോൾ, ഓക്കെ, നമുക്ക് ഒരു 20% നഷ്ടമുണ്ടായി. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ വില എത്രയായിരുന്നു, നമ്മുടെ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു, അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സി പി ഇസിക്കൽ ടു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ലോസ് പെർസെന്റേജ് ഇൻറ്റു പി. അതായത് കോസ്റ്റ് പ്രൈസ് ഇസിക്കൽ ടു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ലോസ് പെർസെന്റേജ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത രണ്ട് കണ്ടീഷൻ ആണ് പറയുന്നത്, 9ാമത്തെയും 10ാമത്തെയും. ഇഫ് an article is sold at a gain of 35%. ഓക്കെ, ഒരു ആർട്ടിക്കിൾ നമ്മൾ ഒരു 35% ലാഭത്തിൽ വിറ്റു എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? സെല്ലിംഗ് പ്രൈസ് ഇസിക്കൽ ടു 135% ഓഫ് സി പി. അതായത് 35% കൂടെ കൂടി. നോർമലി 100% ആയിരുന്നു, അതിൽ 35% കൂടുതൽ നമുക്ക് ലാഭം കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പൊ എത്രയായി? 135% ആയിരിക്കും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം എന്തിന്റെ? കോസ്റ്റ് പ്രൈസ്. അതേപോലെ തന്നെ if an article is sold at a loss of 35%, then SP is equal to 65% of CP. അവിടെ നമുക്ക് നഷ്ടമാണ് ഉണ്ടായത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 35% കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിൽ നിന്നാണ് അത് കുറഞ്ഞിട്ടുണ്ടാവുക? സി പിയിൽ നിന്ന്. അപ്പോഴത്തേന് നമുക്ക് എത്ര അറിയാം? സി പി നോർമലി 100% അത് അതിൽ നിന്ന് 35% കുറഞ്ഞപ്പോൾ എത്രയായി? 65% മാറി. അതാണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 65% ഓഫ് സി പി ആയിരിക്കും. ഓക്കെ, 35% കുറഞ്ഞിട്ട് ബാക്കി 65%ത്തിലാണ് നമ്മൾ അതിനെ വിൽക്കുകയുണ്ടായത്. അതാണ് എസ് പി ഇസിക്കൽ ടു 65% ഓഫ് സി പി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് ഈ ഒരു പാർട്ടിൽ പഠിക്കുവാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. താങ്ക് യു.